കൃഷി ഇറക്കുകയും ആ കൊല്ലം തന്നെ 100 മേനി വിളവെടുക്കുകയും ചെയ്തു. കർത്താവ് അവനെ അനുഗ്രഹിച്ചു. അവൻ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരുന്നു. ക്രമേണ അവൻ വലിയ സമ്പന്നനാവുകയും ചെയ്തു. ക്രമേണ അവൻ സമ്പന്നനായി എന്നല്ല, അവൻ വലിയ സമ്പന്നനായി മാറി. പ്രാർത്ഥനയുടെ യാഗപീഠം പണിത അബ്രാഹത്തിന്റെ മകൻ കഴുകനെ പോലെ ചിറകടിച്ചുയർന്നു. ആ വീട്ടിൽ തകർന്നു എന്നാണോ എഴുതിയിരിക്കുന്നത്? വഴിതെറ്റിപ്പോയി എന്നാണോ? കൂട്ടുകാരോടൊത്ത് എവിടെയോ പോയി എന്നാണോ? എന്തൊക്കെയോ അങ്ങ് ജീവിച്ചു പോവുക, എൻ്റെ മകനെ ഓർത്ത് എനിക്ക് ഭയങ്കര ദുഃഖമാണെന്നാണോ അബ്രഹാം കരുതുന്നത്? അല്ല, ദൈവം അവനെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു. അവൻ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരുന്നു. ക്രമേണ അവൻ വലിയ സമ്പന്നനായി മാറി. തൊട്ടു താഴെ എഴുതിയിട്ടുള്ളത് എന്നറിയാവോ? അവന്റെ ഉയർച്ചയിൽ മറ്റൊരാൾക്ക് അസൂയയുണ്ടായെന്ന്. അവന് 14-ാമത്തെ വാക്യം, അവന് ധാരാളം ആടുമാടുകളും പരിചാരകരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫിലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി, ഭയങ്കര വിഷമം തോന്നി. അപ്പൊ മറ്റൊരാൾക്ക് അസൂയ തോന്നത്തക്ക വിധം ഈ വ്യക്തിയെ ദൈവം കഴുകനെ പോലെ ചിറകടിച്ചുയർത്തി. പ്രാർത്ഥനയുള്ള മാതാപിതാക്കളോട് പറയാം, 5-10 ദിവസത്തേക്കുള്ള പ്രാർത്ഥനയല്ല, എല്ലാ ദിവസവും പ്രാർത്ഥനയുടെ യാഗപീഠം പണിയണം, ഭവനത്തിൽ പണിയണം, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം, ഒരുമിച്ച് ആരാധനയ്ക്ക് പോകണം. ഉറപ്പാണ്. നിങ്ങൾ എഴുതി വെച്ചു, മനസ്സിൽ കുറിച്ചിട്ടോ. അങ്ങനെ മുടങ്ങാതെ ചെയ്താൽ നിങ്ങളുടെ മക്കൾ വചനം പറയുന്നത് പോലെ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ഇന്ന് കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ 14-ാമത്തെ ദിവസമാണ്. പ്രാർത്ഥനയുടെ യാഗപീഠം പണിയണം. ദൈവം അനുഗ്രഹിച്ചോളും. ഇതൊക്കെ ഒരു ഉത്തരവാണ്. ഇതൊക്കെ ഒരുപാട് പേരുടെ പ്രശ്നത്തിനൊരു ഉത്തരവാണ്. ഇതൊക്കെ ചില പ്രതിസന്ധികൾക്കുള്ള പരിഹാരമാണ്. ഇതൊക്കെ പിന്നീട് ഗുണം ചെയ്യുന്നതാണ്. ഇത് ഗുണകരമാകുന്നതാണ്, പ്രയോജനപ്പെടുന്നതാണ്. പ്രാർത്ഥിക്കാം.